ലിറ്റററി ലെൻസിന്റെ 19ാം എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിവിടെ നമ്മുടെ കൂടെ പഠിക്കുന്ന സെബീനയാണ് ഇന്ന് നമുക്ക് പ്രസന്റ് ചെയ്യാൻ പോകുന്നത്. ചരിത്രം ഉറങ്ങുന്ന പൊന്നാനിയെ പറ്റിയാണ് ഇന്നിവിടെ ബുക്ക് റിവ്യൂ പറയാൻ പോകുന്നത്. അപ്പൊ അതിനെപ്പറ്റി നമുക്ക് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് സെബീനെ ഇൻവൈറ്റ് ചെയ്യാം. സെബീന പ്ലീസ്. ഗുഡ് ഈവനിങ് ഓൾ. സൗണ്ട് കേൾക്കാവോ? കേൾക്കാം, പറഞ്ഞോ. ഞാൻ ഇന്നിവിടെ പരിചയപ്പെടുത്താൻ പോകുന്ന പുസ്തകം ചരിത്രം ഉറങ്ങുന്ന പൊന്നാനി. പൊന്നാനിയുടെ പരിഷ്കരിച്ച 3ാം പതിപ്പാണ്. അത് നമുക്ക് ഏവർക്കും അറിയാവുന്ന നമ്മുടെ സ്വന്തം പൊന്നാനിക്കാരനായിട്ടുള്ള ചരിത്രം എഴുത്തുകാരനായിട്ടുള്ള TV അബ്ദുറഹ്മാൻ കുട്ടി മാഷിന്റെ ഒരു പുസ്തകമാണിത്. അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ 1949 ആഗസ്റ്റ് 16-നാണ് അദ്ദേഹം ജനിച്ചിട്ടുള്ളത്. 1968 പട്ടാമ്പി മുതുതല വിവേകോദയം LP സ്കൂളിലെ അധ്യാപകനായിട്ട് അദ്ദേഹം സർവീസിൽ പ്രവേശിച്ചു. 2005 അദ്ദേഹം TIP സ്കൂളിൽ നിന്ന് വിരമിക്കുകയാണ് ചെയ്തത്. അതിനുശേഷം 17 വർഷത്തോളം പൊന്നാനി നഗരസഭ അംഗമായിട്ട് ഉണ്ടായിരുന്നു. നഗരസഭ കൗൺസിൽ ഉപനേതാവ് ആയിരുന്നു. വിദ്യാഭ്യാസ സെക്ടറൽ കമ്മിറ്റി ചെയർമാൻ എന്നിങ്ങനെയൊക്കെ അദ്ദേഹം പദവികൾ വഹിച്ചിട്ടുണ്ട്. പിന്നെ ചരിത്ര ഗവേഷണത്തിനും രചനയ്ക്കും സ്വദേശത്തു നിന്നും വിദേശത്തു നിന്നും പുരസ്കാരങ്ങളും ആദരങ്ങളും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. കേരള ഹിസ്റ്ററി റിസർച്ച് സെന്റർ തുടങ്ങിയ വിവിധ സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ സമിതികളിൽ അദ്ദേഹം അംഗമാണ്. അദ്ദേഹത്തിന്റെ പ്രധാന കൃതികളിൽ ചിലതാണ് മലബാറിലെ മക്ക, ചരിത്രമുറങ്ങുന്ന പൊന്നാനി, മൗനത്തിൽ ഇസ്ലാം സഭ, ചരിത്രവും വസ്തുതകളും, പൊന്നാനി പൈതൃകവും നവോത്ഥാനവും, കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിച്ച മുസ്ലിം വിദ്യാഭ്യാസം അലിഫ് മുതൽ IAS വരെ, സനാഉല്ല മക്തിത്തങ്ങൾ. അദ്ദേഹത്തിന്റെ കൃതിയായ കാരണം ഇത് പൊന്നാനിയുടെ ചരിത്രമാണ് ഇതിൽ പ്രതിപാദിക്കുന്നത്. ഇതിൽ 32 അധ്യായങ്ങളിലായിട്ടാണ് പൊന്നാനിയെ കുറിച്ചിട്ട് അദ്ദേഹം വിവരിച്ചിട്ടുള്ളത്. ഇത് മുഴുവനായിട്ട് ഇവിടെ പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാലും കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ഇതിനെ കുറിച്ചിട്ട് പറയാം. പൊന്നാനി ആയതുകൊണ്ട് തന്നെ നമ്മൾ പൊന്നാനി തുറമുഖമാണല്ലോ പൊന്നാനി. അപ്പോൾ പണ്ട് കാലത്ത് തന്നെ വിദേശ രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനം എന്താണ്? തുറമുഖമായിരുന്നു. അക്കാലത്ത് പ്രധാന വ്യാപാര സാംസ്കാരിക വിനിമയ മാർഗം കടലായിരുന്നു. അപ്പൊ അന്ന് ഉണ്ടായിരുന്ന തുറമുഖങ്ങളാണ് മുസിരീസ്, തിൻഡീസ്, ബക്കരെ, നെൽക്കിണ്ട, നൗറ. അതൊക്കെ ഈ മുസിരീസ് എന്നുള്ളത് കൊടുങ്ങല്ലൂരാണ്. തിൻഡീസ് എന്ന് പറഞ്ഞത് നമ്മുടെ ഈ പൊന്നാനി തുറമുഖമാണ്. അപ്പോ പൊന്നാനി എന്നുള്ള പേര് വരാൻ കാരണം 3-4 സന്ദർഭങ്ങളായിട്ടാണ് ഈ പുസ്തകത്തിൽ പറയണത്. ഒന്ന് എന്താ വെച്ച് കഴിഞ്ഞാല്, പണ്ട് കാലം മുതൽക്ക് തന്നെ അറബികളും പേർഷ്യക്കാരും മറ്റു വിദേശികളും വ്യാപാരത്തിനായിട്ട് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ അവര് ഇവിടെ ഈ പൊന്നാണയാണ് പ്രചരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഈ പൊന്നാണയത്തിന്റെ പരിവർത്തിത രൂപമായിട്ട് പൊന്നാനി എന്ന് അറിയപ്പെടുകയാണ് ചെയ്തതെന്നാണ് പറയണത്. അതുപോലെ തന്നെ ഇവിടെയുള്ള ക്ഷേത്രങ്ങളിൽ പൊന്നാനയെ നടയിരുത്തി ഉണ്ടായിരുന്നു. അങ്ങനെ പൊന്നാന ദർശനം നടന്നിരുന്ന ദേശം പൊന്നാനി എന്നും അറിയപ്പെട്ടു. പിന്നെ അതുകൂടാതെ തന്നെ പൊന്നൻ എന്ന നാടുവഴി ഭരിച്ചിരുന്ന ദേശമായതുകൊണ്ട് അങ്ങനെയും നമ്മളെ പൊന്നാനി എന്ന പേര് നൽകാണ് ഉണ്ടായിരുന്നത്. ഇനി പൊന്നാനിയുടെ കുറച്ചും കൂടി ഉള്ളിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ തിരുമനശ്ശേരി നമ്പൂതിരിയാണ് ആദ്യകാലത്ത് പൊന്നാനി ഭരിച്ചിട്ടുണ്ടായിരുന്നത്. അദ്ദേഹത്തെ കോട്ടയിലെ തമ്പുരാൻ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. നമ്മുടെ കോട്ടത്തറയിലായിരുന്നു അദ്ദേഹത്തിന്റെ കോവിലകം ഉണ്ടായിരുന്നത്. അങ്ങനെയാണ് ആ കോട്ടത്തറ എന്നുള്ള പേര് വരാൻ കാരണമായിട്ടുള്ളത്. പിന്നെ തിരുമനശ്ശേരിക്ക് ശേഷം സാമൂതിരിയും മൈസൂർ സുൽത്താൻമാരും ബ്രിട്ടീഷുകാരും വിവിധ ഘട്ടങ്ങളിലായിട്ട് പൊന്നാനിയെ ഭരിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ പല പ്രശസ്ത ചരിത്രകാരന്മാരും പൊന്നാനിയെ കുറിച്ച് രചനകൾ നടത്തിയിട്ടുണ്ടായിരുന്നു. ടിപ്പുവിന്റെ പതനത്തിന് ശേഷം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ലഭിച്ച സ്ഥലങ്ങളിലെ ജനങ്ങളുടെ ജീവിത രീതി, വാണിജ്യം, കൃഷി, ചരിത്രം തുടങ്ങിയ വിശദമായി പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ ഗവർണർ ജനറൽ വെല്ലസി പ്രഭു നിയോഗിച്ചതനുസരിച്ച്
അനുസരിച്ച് ഡോക്ടർ ഫ്രാൻസിസ് ബുക്കാനൻ എന്ന് പറഞ്ഞ എന്ന വ്യക്തി എഴുതിയ ഒരു പുസ്തകമാണ് എ ജേർണി ഫ്രം മദ്രാസ് ടു കൺട്രീസ് ഓഫ് മൈസൂർ, കനറ ആൻഡ് മലബാർ എന്ന പേരിലുള്ള സഞ്ചാര റിപ്പോർട്ടാണിത്. ആ പുസ്തകത്തിൽ നമ്മളെ പൊന്നാനിയെ കുറിച്ചിട്ട് വളരെ വ്യക്തമായിട്ട് തന്നെ എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിന് പൊന്നാനിക്കാർ ഊഷ്മളമായിട്ടുള്ള വരവേൽപ്പൊക്കെയാണ് നടത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് വളരെയേറെ കോഴിക്കോടിനേക്കാളൊക്കെ ഏറെ ഇഷ്ടപ്പെട്ട ഒരു പ്രദേശമായിട്ടാണ് ആ ഒരു എന്താ പറയാ ആ സഞ്ചാര റിപ്പോർട്ടിൽ നമ്മൾ പൊന്നാനിയെ കുറിച്ചിട്ട് പ്രതിപാദിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ പൊന്നാനിയെ കുറിച്ച് കൂടുതലായിട്ട് എഴുതിയിട്ടുള്ള വേറൊരാളാണ് വില്യം ലോഗൻ എന്ന് പറഞ്ഞിട്ടുള്ള ആള്. അദ്ദേഹത്തിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ബ്രിട്ടീഷ് ഇന്ത്യയിൽ 1875 മുതൽ 1887 കാലഘട്ടത്തിൽ മലബാർ കളക്ടറായിരുന്നു ഈ വില്യം ലോഗൻ. ഇതര ബ്രിട്ടീഷ് കളക്ടർമാരെ അപേക്ഷിച്ച് ഭരണ പരിഷ്കാരവും കാർഷിക പുരോഗതിയും മതമൈത്രിയും ഊർജിതപ്പെടുത്താൻ ശ്രമിച്ച ഭരണാധികാരിയായിരുന്നു അദ്ദേഹം തയ്യാറാക്കിയ മലബാറിന്റെ സമഗ്ര റിപ്പോർട്ടാണ് മലബാർ മാനുവൽ. ആ മലബാർ മാനുവൽ എന്ന് പറഞ്ഞ ഒരു ചരിത്ര ഗ്രന്ഥം കൂടിയാണത്. അതിൽ നമ്മൾ പൊന്നാനിയെ കുറിച്ചിട്ട് അന്നത്തെ ഉള്ള എല്ലാ കാര്യങ്ങളും അദ്ദേഹം എഴുതിയിട്ടുണ്ടായിരുന്നു. ഇനി നമ്മുടെ പൊന്നാനിയുള്ള കാര്യങ്ങൾ വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ പൊന്നാനി എന്ന് കേൾക്കുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് എന്താണ്? കൈരളിയിലെ മക്ക എന്നറിയപ്പെടുന്ന നമ്മുടെ വലിയ ജുമാഅത്ത് പള്ളിയാണ് അല്ലെ? ആ വലിയ ജുമാഅത്ത് പള്ളിയുടെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ക്രിസ്തുവർഷം 1510 ഷെയ്ഖ് സൈനുദ്ദീൻ മക്തൂം നിർമ്മിച്ചതാണ് വലിയ ജുമാഅത്ത് പള്ളി. 90 അടി നീളവും 60 അടി വീതിയാണ് ഈ അകത്തുള്ള പള്ളിയുടെ ഉൾഭാഗത്തുള്ള വിസ്തൃതി എന്ന് പറയുന്നത്. പള്ളിയുടെ നിർമ്മാണത്തിന് ശേഷം ഷെയ്ഖ് സൈനുദ്ദീൻ മക്തൂം പള്ളിയിൽ അധ്യാപനം നടത്തിയിട്ടുണ്ടായിരുന്നു. പള്ളിയുടെ അകത്ത് സ്ഥാപിച്ച എണ്ണ വിളക്കിന് ചുറ്റും ഇരുന്ന് മതപഠനം നടത്തി മക്തൂമിൽ നിന്നും മുസ്ലിയാർ പദം നേടുന്ന പതിവുണ്ടായിരുന്നു. ഇതിനായി മലബാറിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വിദ്യാർത്ഥികൾ വരുമായിരുന്നു. അങ്ങനെ എണ്ണ വിളക്കിന് ചുറ്റി ഇരുന്ന് വിദ്യാഭ്യാസം നേടുന്നതിന് വിളക്കത്തിരിക്കൽ എന്ന് പറയപ്പെട്ടിരുന്നു. അപ്പോൾ ഈ വലിയ ജുമാഅത്ത് പള്ളിയുമായി ബന്ധപ്പെട്ടിട്ട് അങ്ങനെ ഒരു കാര്യം കൂടി ഉണ്ട്. മതപഠനവുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് കാര്യങ്ങളും അതുപോലെ വലിയ ജുമാഅത്ത് പള്ളിയുടെ എല്ലാവിധ കാര്യങ്ങളും ഈ പുസ്തകത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. അതെല്ലാം കൂടെ പറയാനുള്ള സമയമില്ല എന്ന് മാത്രം. പിന്നെ മൗനത്തിൽ ഇസ്ലാം സഭ 1900 സെപ്റ്റംബർ 9 സ്ഥാപിതമായ മൗനത്തിൽ ഇസ്ലാം സഭ ആണ് ഈ പള്ളിയോട് ചേർന്നിട്ടാണുള്ളത്. 1882 ഇന്ത്യൻ കമ്പനീസ് ആക്ട് സെക്ടർ 26 അനുസരിച്ച് 1908 ജനുവരി 1 സഭയുടെ രജിസ്ട്രേഷൻ നടന്നിട്ടുള്ളത്. അതിന്റെ സ്ഥാപകരായിട്ടുള്ളത് വലിയ ജാറൻ തങ്ങന്മാര്, മഖ്ദൂമിങ്ങള്, കുഞ്ഞു സീതിക്കോയ വലിയ തങ്ങള്, കുഞ്ഞൻ ബാവ മുസ്ലിയാർ മഖ്ദൂമി, തിരൂർ സെയ്താലിക്കുട്ടി മാസ്റ്റർ, മണ്ടായപ്പുറത്ത് ബാവമൂപ്പൻ, കൂട്ടായി കല്ലിങ്ങലകത്ത് കോഴക്കുട്ടി, ഇവരൊക്കെയാണ് ഇതിന്റെ സ്ഥാപകരായിട്ടുണ്ടായിരുന്നത്. ഇനി പറയുകയാണെന്നുണ്ടെങ്കിൽ തൃക്കാവ് ക്ഷേത്രമാണ്. തൃക്കാവ് ക്ഷേത്രം കണ്ടൂർമാവ് ക്ഷേത്രത്തെ കുറിച്ചാണ് പറയുന്നത്. പരശുരാമൻ നിർമ്മിച്ചു എന്ന് ഭക്തർ വിശ്വസിക്കുന്ന 108 ദുർഗാലയങ്ങളിൽ ഒന്നാണ് നമ്മുടെ തൃക്കാവ് ക്ഷേത്രം എന്നത്. തൃക്കാവ് ക്ഷേത്രത്തെ തൃക്കണിക്കാവ് എന്നും അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നു. 1980 ക്ഷേത്രത്തിൽ പുനഃപ്രതിഷ്ഠ നടത്തിയ അവസരത്തിൽ പ്രശ്നവശാൽ ക്ഷേത്രത്തിന് 2000 വർഷത്തിലധികം പഴക്കമുണ്ടെന്ന് തെളിഞ്ഞിട്ടുണ്ട്. ക്ഷേത്രത്തിലെ പ്രധാന ദേവി ഒരു കൈയിൽ ചക്രവും മറ്റൊരു കൈയിൽ ശംഖും 3-ാം കൈയിൽ വരദവും 4-ാം കൈയിൽ കൺബണ്ഡവുമുള്ള ചതുർബാഹുവായും സർവ ഭീഷ്മ പ്രയായിനിയായും വരദുർഗയായും സമർപ്പിക്കുന്നു. സർവ ഐശ്വര്യങ്ങൾക്കും പ്രദാനം ചെയ്യുന്ന ഭഗവതിയെ ദുർഗാദേവി, സരസ്വതി ദേവി എന്നീ വ്യത്യസ്ത ഭാഗങ്ങളിലാണ് ആരാധിച്ചിട്ടുള്ളത്. അത് നമ്മളെ തൃക്കാവ് ക്ഷേത്രത്തെ കുറിച്ചിട്ട് വീണ്ടും കുറെ കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. പിന്നെ കണ്ടൂർകുമ്പ ക്ഷേത്രമാണ്. പൊന്നാനിയിലെ ജംഗ്ഷനിൽ 1 കിലോമീറ്റർ വടക്ക് സ്ഥിതി ചെയ്യുന്ന പ്രശസ്ത ക്ഷേത്രമാണ് കണ്ടൂർകുമ്പ ക്ഷേത്രം. അവിടുത്തെ നാട്ടു താലപ്പൊലി വളരെ പ്രസിദ്ധമായിട്ടുള്ളതാണ്. ഈ കാവിലമ്മയും ഭദ്രാംകുളങ്ങര ദേവിയും കാഞ്ഞിരമുക്ക്
തോന്നിക്കുറുമ്പ കാവിലമ്മയും കൊടുങ്ങല്ലൂർ ഭഗവതി സഹോദരിമാരാണ് എന്നാണ് ഐതിഹ്യം. ഈ 3 സഹോദരിമാരും കൂടി മീനമാസത്തിലെ ഭരതനാളിൽ കൊടുങ്ങല്ലൂർ ഭഗവതിയെ കാണാൻ പോകും. അന്നത്തെ ദിവസം ക്ഷേത്രത്തിൽ എന്തുണ്ടാവാറില്ല, പൂജ നടത്താറില്ല. ഈ കണ്ടോറുങ്ങ ക്ഷേത്രം ഉണ്ടായതിന് ഒരു കഥ ഉണ്ട്. ആ കഥ എന്താ വെച്ച് കഴിഞ്ഞാല്, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തിരുമനശ്ശേരി കോട്ടവക ഭൂമിയിൽ കാണപ്പെട്ട ദേവി ചൈതന്യമാണ് കണ്ടോറുങ്ങ ക്ഷേത്രം. അത് എങ്ങനെ ഉണ്ടായതെന്ന് വെച്ച് കഴിഞ്ഞാല്, ആ പ്രദേശത്ത് താമസിച്ചിരുന്ന കുറുമ്പ എന്ന ഹരിജൻ സ്ത്രീ പുല്ലരിയുമ്പോൾ അരിവാൾ തട്ടിയ കല്ലിൽ രക്തം പൊടിയുണ്ടായത്. അപ്പൊ അത് ഈ കുറുമ്പ എന്ത് ചെയ്തു, തിരുമനശ്ശേരി നമ്പുരാനെ വിവരം അറിയിച്ചു. അങ്ങനെ അറിയിച്ചതിന്റെ ഫലമായിട്ട് ആ കല്ലിന് ദേവി ചൈതന്യം ഉണ്ടെന്നും അത് പ്രശ്നം വെച്ച് നോക്കിയപ്പോൾ അവിടെ ദേവി സാന്നിധ്യം ദേവി സാന്നിധ്യം ഉണ്ട് എന്നുള്ള ഇതറിഞ്ഞിട്ട് അവിടെ തിരുമനശ്ശേരി നാടുവാഴി എന്ത് ചെയ്യുന്നത്, ക്ഷേത്രം പണിയുണ്ടായത്. ആ ക്ഷേത്രത്തിന് പിന്നീട് കുറുമ്പ കണ്ട ദേവി ആയതിനാൽ ആ ക്ഷേത്രത്തിന് കാലക്രമേണ കണ്ടോറുംകാവ് എന്നറിയപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ സെന്റ് ആന്റണീസ് ചർച്ചും മാർത്തോമ പള്ളിയാണ്. അതിൽ സെന്റ് ആന്റണീസ് ചർച്ച് 7 പ്രസിദ്ധ ഇടങ്ങളിൽ ഒന്നായ പഴയ പൊന്നാനി താലൂക്കിലെ ചാവക്കാട് പാലയൂർ പള്ളിക്ക് കീഴിൽ മേനാഞ്ചേരി യോഹന്നാൻ മൈത്രന്റെ ആശീർവാദത്തോടെ 1907 ചാണയിൽ നിർമ്മിച്ച ചർച്ചാണ് ഇവിടുത്തെ പ്രധാന ക്രിസ്തീയ ദേവാലയം. ചില പ്രത്യേക സാഹചര്യങ്ങളാൽ 1919 ഈ ദേവാലയത്തിന്റെ പ്രവർത്തനം നിലയ്ക്കുകയാണുണ്ടായത്. പിന്നീട് തൃശൂർ അതിരൂപത മെത്രാനായ വാഴപ്പിള്ളി ഫ്രാൻസിസ് മെത്രാന്റെ അനുമതിയോടെ അഞ്ചുണ്ണി പാലത്തിന് സമീപം 1928 പുതിയൊരു പള്ളിക്ക് ശിലയിട്ടു. 1931 സെപ്റ്റംബർ 21 അതിന്റെ വെച്ചിരിപ്പ് കർമ്മം നടക്കുകയുണ്ടായത്. 13-ാം നൂറ്റാണ്ടിൽ ഇറ്റലിയിൽ ജീവിച്ചിരുന്ന പുണ്യാളനായ സെന്റ് ആന്റണീസിന്റെ നാമധേയത്തിലാണ് സെന്റ് ആന്റണീസ് ചർച്ച് വന്നിട്ടുള്ളത്. അതിനോട് ചേർന്ന് തന്നെ 1975 ചർച്ച് പുതുക്കി പണിതിട്ടുള്ളത്. അതിനോട് ചേർന്ന് തന്നെ 2005 നവീകരിച്ച വേദപാഠ ക്ലാസുകൾ നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് നമ്മുടെ വിജയമാതാ കോൺവെന്റ് ഉണ്ടായിട്ടുള്ളത്. അതിൽ 1975 നഴ്സറി സ്കൂളായി ആരംഭിച്ച് വിജയമാതാ സ്കൂള് 1995 ഹൈസ്കൂളായിട്ട് ഉയർത്താണ് ചെയ്തിട്ടുള്ളത്. പിന്നെ മാർത്തോമ ചർച്ച്, മാർത്തോമ വിഭാഗം വിശ്വാസികൾക്കായുള്ള ദേവാലയത്തിന്റെ സ്ഥിരസ്ഥാനം AV ഹൈസ്കൂളിന് സമീപം 1979 ജനുവരി 10 ഈശോ മാർത്തിമസിയോസ് നിർവഹിച്ചു. 1980 ആഗസ്റ്റ് 15 അതിന്റെ കൂദാശയും നിർവഹിച്ചു. ഇനി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ഭാരതപ്പുഴയെ എന്താ പറയാ, മലബാർ വാനേല് വരെ പൊന്നാനി പുഴയെന്നാണ് അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ചരിത്രവും ഐതിഹ്യവും വിശ്വാസവും അലിഞ്ഞു ചേർന്ന് കൊണ്ട് ഈ പൊന്നാനി പുഴയ്ക്ക്, ഈ ഭാരതപ്പുഴയ്ക്ക് പേരാർ, നീള, ദക്ഷിണഗംഗ, കൗണാർ ഇങ്ങനെയുള്ള അപരനാമങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ പള്ളിക്കടവാണ്. തിരൂർ പൊന്നാനി താലൂക്കുകളുടെ ജലപാതകളിൽ ഒന്നാണ് പള്ളിക്കടവ്. ഭാരതപ്പുഴയിൽ ഏറ്റവും വീതി കൂടിയ കടവിൽ ഒന്നാണ് ഇത്. പുഴയുടെ കടലിന്റെ ഇളം തെന്നിലേറ്റ് നൂറ്റാണ്ടുകളുടെ സ്മരണകളുമായി ഇവിടെ തലയുയർത്തി നിൽക്കുന്ന തോട്ടുങ്ങൽ ജുമാഅത്ത് പള്ളിയാണ് പൊന്നാനിയിൽ ഇപ്പോൾ നിലവിലുള്ള പള്ളികളിൽ ഏറ്റവും ആദ്യം നിർമ്മിച്ച പള്ളി. ഷെയ്ഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനിയുടെ ശിഷ്യരിൽ പ്രമുഖനായ കാഞ്ഞിരമുറ്റത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന ഷെയ്ഖ് ഫരീദുദ്ദീൻ ഇബ്നു ഖുറാസാനിയും അദ്ദേഹത്തിന്റെ പ്രധാന ശിഷ്യൻ ഉത്താൻ മുഹിയുദ്ദീൻ മുസ്ലിയാരുമാണ് ഏതാണ്ട് 900 വർഷത്തോളം പഴക്കമുള്ള പള്ളിയുടെ സ്ഥാപകർ. ഇനി പറയുകയാണെന്നുണ്ടെങ്കിൽ ചെമ്പ്രവട്ടം പാലവും കുറ്റിപ്പുറം പാലമാണ്. ചെമ്പ്രവട്ടം പാലം കുറ്റിപ്പുറം പാലം ഏകദേശം ഒരേ സമയത്താണ് നിർമ്മിക്കണം എന്നുള്ള ആശയം വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ കുറ്റിപ്പുറം പാലാണ് പെട്ടെന്ന് അതിന്റെ കടലാസൊക്കെയാണ് പെട്ടെന്ന് പൂർത്തീകരിച്ചപ്പോൾ കുറ്റിപ്പുറം പാലാണ് പെട്ടെന്ന് ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞ് എന്താ പറയാ യാത്രാ സർവീസൊക്കെ നടന്നിട്ടുണ്ടായിരുന്നത്.
അത് പറയാൻ കുറ്റിപ്പുറം പാലവുമായി ബന്ധപ്പെട്ട് പറയാനുണ്ടെങ്കിൽ ചെമ്പ്രവട്ടം പാലത്തിന് ഏതാണ്ട് 13 കിലോമീറ്റർ അകലെയാണ് പുഴയുടെ ഇരു കരകളുടെയും സമഗ്ര പുരോഗതി ഹേതുവായ കുറ്റിപ്പുറം പാലം ഉള്ളത്. 8.25 ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റിൽ ആരംഭിച്ച ഈ പാലത്തിന്റെ പണി 23 ലക്ഷത്തോളം രൂപയാണ് പൂർത്തീകരിക്കപ്പെട്ടത്. 1183 അടി നീളവും 22 അടി വീതിയും ജലനിരപ്പിൽ നിന്ന് 82 അടി ഉയരമുള്ള 1953 നവംബർ 11 അന്നത്തെ മദ്രാസ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായ ആർ ഷൺമുഖ രാജേശ്വര സേതുപതിയാണ് പാലത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. ഈ പാലം വരുന്നതിന് മുമ്പ് പൊന്നാനിയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് മോട്ടോർ വാഹനങ്ങൾ പോയിരുന്നത് ഷൊർണൂർ വഴിയായിരുന്നു. ആദ്യത്തെ മലബാറിലെ ഏറ്റവും നീളം കൂടിയ പാലങ്ങളിൽ ഒന്നാണ് കുറ്റിപ്പുറം പാലം. ഇനി ചമ്രവട്ടം പാലം നമുക്കറിയാം റെഗുലേറ്റർ കൺബ്രിഡ്ജ് ആണ്. പൊന്നാനി പള്ളിക്കടവിൽ നിന്ന് ഏതാണ്ട് 5 കിലോമീറ്റർ കിഴക്ക് സ്ഥിതി ചെയ്യുന്ന ഈ റെഗുലേറ്റർ കൺബ്രിഡ്ജ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി 2012 മെയ് 17 നാടിന് സമർപ്പിച്ചു. കുടിവെള്ളം, കൃഷി, ജലസേചനം, ഗതാഗതം തുടങ്ങിയവയാണ് പദ്ധതിയുടെ മുഖ്യ ലക്ഷ്യം. പൂക്കൈത പുഴയുടെ ഓരത്തെ 4000 ഏക്കറോളം വിസ്തീർണം വരുന്ന കോൾ കൃഷി മേഖലയും മലപ്പുറം, തൃശൂർ ജില്ലയിൽ 14 പഞ്ചായത്തുകളും തിരൂർ, പൊന്നാനി നഗരസഭയും ഉൾപ്പെട്ട പ്രദേശങ്ങൾക്ക് ജലസേചനം, കുടിവെള്ളം നൽകുക തുടങ്ങിയ അടിയന്തിരമായി നടപ്പാക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് ഈ പദ്ധതി ആദ്യമായി രൂപപ്പെട്ടത്. പദ്ധതി അങ്ങനെ ഇരിക്കുകയാണെങ്കിൽ പോലും റെഗുലേറ്റർ കൺബ്രിഡ്ജിന് എന്താ പറയാ ഒരു പുരോഗതി ഉണ്ടായിട്ടില്ല. നമുക്കറിയാവുന്ന തന്നെയാണ്. പാലത്തിൽ കൂടെ യാത്ര ചെയ്യാം എന്ന് മാത്രം. ഇനി പൂക്കൈത പുഴയാണ്. പൂക്കൈത പുഴയും കനോലി കനാലും പൊന്നാനി താലൂക്കിന്റെ തൃശൂർ ജില്ലയുടെയും അതിർത്തി പ്രദേശമായ വെട്ടിക്കടവ്, ഒതളൂർ എന്നിവിടങ്ങളിൽ നിന്ന് 2 കൈവഴികളായി മേഖലയിലൂടെ ഒഴുകിയെത്തുന്ന പൂക്കൈത പുഴ ജില്ലയിലെ പ്രമുഖ വിനോദസഞ്ചാര കേന്ദ്രമായ ബിയ്യങ്കായലുമായി സംഗമിച്ച് പുതുപൊന്നാനി, മുനമ്പം അഴിമുഖത്ത് ലയിക്കുന്നു. ലഭ്യമായ പ്രകൃതി സമ്പത്ത് ഉപയോഗിച്ച് മലബാർ കളക്ടറാണ് പയ്യോളി പുഴ, അകലപ്പുഴ, ഏലത്തൂർ പുഴ എന്നിവയെ സംബന്ധിച്ച് മറ്റു ചെറുപുഴകളെയും തോടുകളെയും പരസ്പരം കോർത്തിണക്കി ഭാരതപ്പുഴയുമായി സംഗമിപ്പിച്ചു. തുടർന്ന് ഇവിടെ നിലവിലുണ്ടായിരുന്ന അപ്പിത്തോട് സ്വീകരിച്ച് പൂക്കൈത പുഴയുമായി ലയിപ്പിച്ച് തെക്കോട്ട് ചാവക്കാട് വരെയും അവിടെ നിന്ന് കൊച്ചിൻ രാജ്യത്തിന്റെ അതിർത്തി വരെയും കനാല് വികസിപ്പിച്ചു. പിന്നെ നമ്മുടെ പൊന്നാനിയിൽ ഉണ്ടായിരുന്ന വ്യവസായങ്ങളാണ് പറയാൻ പോണത്. കഴിഞ്ഞ നൂറ്റാണ്ടിലെ മധ്യം വരെ ബീഡി, കയറ്, മത്സ്യ വ്യവസായങ്ങള് ഒരു കാലത്ത് പൊന്നാനി തഴച്ചു വളർന്നു. കച്ചവട തെരുവ്, ആവിക്കുളം റോഡ്, JM റോഡ്, കോടതിപ്പടി, കോരവളവ്, ബോട്ട് ചെട്ടി, കനോലി കനാൽ തുടങ്ങിയ പ്രദേശങ്ങളിൽ അക്കാലത്ത് വ്യവസായം, പെരുമ, മാമാങ്കവും ത്രിമൂർത്തി സംഗമവും, തുറമുഖങ്ങളിൽ പ്രതാപത്തിന്റെ പുനർജനി, മത്സ്യബന്ധനം, കാർഷിക വിശേഷങ്ങള്, കച്ചവടത്തിനായി വന്നവര്, വിശാല താലൂക്കും കോടതിയും, പോരാട്ടങ്ങളും സ്വാതന്ത്ര്യ സമരവും, സ്വാതന്ത്ര്യത്തിന് മുമ്പും പിമ്പും പഞ്ചായത്തും നഗരസഭയും താലൂക്ക് ആശുപത്രി, ആധുനിക വിദ്യാഭ്യാസം, മലയാള ഭാഷയും, പൊന്നാനി വ്യവസായം ഇങ്ങനെ പറഞ്ഞിട്ട് തുടർന്ന് ഇതൊക്കെ. പൊന്നാനിയെ കുറിച്ച് ഏറ്റവും കൂടുതൽ അറിയണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്കൊക്കെ ഏറ്റവും നല്ല ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പുസ്തകമാണിത്. ഇത്രയാണ് ഞാൻ ഇവിടെ
പറയാൻ ആഗ്രഹിച്ചിട്ടുള്ളത്. ഒരു ചരിത്ര പുസ്തകം ആയതുകൊണ്ട് ബോറടിക്കുന്നുണ്ടോ എന്നുള്ള എനിക്കറിയില്ല. എന്നാലും ഞാൻ ഇത്രയും പറഞ്ഞ് അവസാനിപ്പിക്കാം. സെബീന പൊന്നാനിയെ പറ്റി നന്നായി പറഞ്ഞു. ആ ബുക്കിൽ പറയുന്ന കൂടുതലും പൊന്നാനിയിലെ ഒരുപാട് ചരിത്രങ്ങളാണ് അതിൽ പറയുന്നത്. പിന്നെ ആർക്കെങ്കിലും ഫീഡ്ബാക്ക് പറയേണ്ടവർക്ക് ഫീഡ്ബാക്ക് പറയാൻ നന്നായി പറഞ്ഞു. എന്തായാലും നമുക്ക് കൂടുതൽ പൊന്നാനിയെ പറ്റി കൂടുതൽ അതിന്റെ ചരിത്രങ്ങൾ ഒന്നുകൂടെ കൂടുതൽ അറിയാൻ കഴിഞ്ഞു. നന്നായി പ്രസന്റ് ചെയ്തു. താങ്ക് യു സെബീന. സബീന, പൊന്നാനിയെ പറ്റി ആധികാരികമായിട്ട് പറയാൻ ഇപ്പോൾ നിലവിൽ ജീവിച്ചിരിക്കുന്ന പൊന്നാനിയുടെ ചരിത്രത്തിന്റെ മുഖമെന്ന് ഇപ്പോൾ വിശേഷിപ്പിക്കാൻ പറ്റുന്ന അബ്ദുറഹിമാൻ മാഷ്, പൊന്നാനിക്കാർക്ക് അറിയാം, നമ്മുടെ കൂടെയുള്ള പൊന്നാനിയിലില്ലാത്ത ആളുകൾക്കും അറിയാം. കാരണം നമ്മുടെ ഒരു പ്രോഗ്രാമിന് അദ്ദേഹം നമ്മൾ ഫ്ലാഗ് ഹോയിസ്റ്റിങ്ങിന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തെ നേരിട്ട് കണ്ടവരാണ് പലരും. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഈ ചരിത്രത്തെപ്പറ്റി, പൊന്നാനി ചരിത്രത്തെപ്പറ്റി ആരെങ്കിലും പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആദ്യം ഏവരുടെയും മനസ്സിലേക്ക് വരുന്നൊരു മുഖമാണ് അബ്ദുറഹിമാൻ മാഷ്. ഇപ്പോഴും ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ പോലും യുവാവിൻ്റെ ഒരു ഊർജ്ജസ്വലതയോട് കൂടിയിട്ട് നമ്മളെ കൂടെ, ആരുടെയും കൂടെ ഒരു മടുപ്പില്ലാതെ എത്ര നേരം നിൽക്കാനും എത്ര നേരം അതിനെപ്പറ്റി വിവരിക്കാനും ഒരു മടിയില്ലാത്ത ഒരാളാണ്. അദ്ദേഹത്തിന് വേണ്ടപ്പെട്ട അതിലെ കൃത്യമായിട്ടുള്ള അംഗീകാരം പൊന്നാനിക്കാർക്കിടയിൽ കിട്ടിയിട്ടുണ്ടോ, അദ്ദേഹത്തിന് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. എങ്കിലും അദ്ദേഹത്തിന്റെ പുസ്തകം എടുത്ത് കുറഞ്ഞ സമയത്തിനുള്ളിൽ പൊന്നാനിയെ പറ്റി ചെറിയ രീതിയിലൊക്കെ കൂടെ യാത്ര ചെയ്യാനൊക്കെ ഞങ്ങളെ സഹായിച്ചു. എന്തായാലും സബീനക്ക് അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. പിന്നെ അതോടുകൂടെ തന്നെ സബീന പ്രസന്റ് ചെയ്യുമ്പോൾ നമ്മൾ ആ പുസ്തകത്തിൽ തന്നെ പൊന്നാനിയിൽ നിന്നുള്ള പല ചിത്രങ്ങളും, ഇപ്പൊ പറയുന്ന ആ സ്ഥലങ്ങളുടെ ചിത്രങ്ങളൊക്കെ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നത്. അപ്പൊ അതൊക്കെ ഡിസ്പ്ലേയിൽ കാണിച്ചിരുന്നുവെങ്കിൽ ഒന്നുകൂടെ പ്രസന്റേഷൻ ഒന്നുകൂടെ ഒരു ജീവൻ കിട്ടുമായിരുന്നു. അപ്പൊ ചരിത്ര പുസ്തകങ്ങളൊക്കെ പ്രസന്റ് ചെയ്യുന്ന ആളുകൾ അതിൻ്റെ ഒരു ചെറിയ രീതിയിലുള്ള ഒരു പ്രസന്റേഷനും കൂടെ നടത്തുകയാണെങ്കിൽ ഒരു കോൺക്രീറ്റ് ആയിട്ടുള്ള ഒരു ഐഡിയ നമുക്ക് ഗസ് ചെയ്യാൻ പറ്റൂലല്ലോ. കഥകളാണെങ്കിൽ നമുക്ക് ഗസ് ചെയ്യാൻ പറ്റും, പല കഥാപാത്രങ്ങളെയും നമുക്ക് ഗസ് ചെയ്യാൻ പറ്റും, നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റും. പിന്നെ ഈ സ്ഥലത്തെ പറ്റി നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ ആ പുസ്തകത്തിൽ തന്നെ അതിന്റെ ഫോട്ടോ സെഷനിൽ അത് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പൊ അതൊക്കെ ഡിസ്പ്ലേയിൽ കാണിച്ചിരുന്നുവെങ്കിൽ ഒന്നും കൂടെ ഭംഗിയാവുമായിരുന്നു. എന്തായാലും വളരെ നന്നായിട്ട് തന്നെ അവതരിപ്പിച്ചു. കുറഞ്ഞ സമയത്തിനുള്ളിൽ ഒരുപാട് സ്ഥലങ്ങളിലൂടെ ഞങ്ങളെ സഞ്ചരിപ്പിച്ചു. എന്തായാലും സന്തോഷം. താങ്ക് യു. താങ്ക് യു സർ. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? ഹലോ, നമസ്കാരം. എന്തായാലും ഞാൻ ഒരുപാട് കാലമായി പൊന്നാനി കോളേജിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്. പക്ഷേ പൊന്നാനിയുടെ ചരിത്രം വ്യക്തമായിട്ട് എനിക്ക് അറിയാൻ കഴിഞ്ഞു ഈ കഥയിലൂടെ. ഏകദേശമൊക്കെ അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും വളരെ സന്തോഷമുണ്ട്. അപ്പം ഇങ്ങനെയായിരുന്നു പൊന്നാനിയുടെ ഓരോ മേഖല എനിക്ക് ഈ കഥയിലൂടെ മനസ്സിലാക്കാൻ കഴിഞ്ഞു. എന്തായാലും അടിപൊളിയായിട്ട് പ്രസന്റ് ചെയ്തിട്ടുണ്ട്. വളരെ സന്തോഷമുണ്ട്. താങ്ക് യു സർ. അപ്പോ സാറ് പറഞ്ഞ പോലെ നന്നായി പ്രസന്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ബുക്കില് ഞാനും വായിച്ചിട്ടില്ല ആ ബുക്ക്, പക്ഷെ ഏതാണ്ട് നമുക്കൊരു ഐഡിയ കിട്ടി എന്താണ് ആ ബുക്കില് അതില് അദ്ദേഹം പറയുന്നത് എന്നൊക്കെ. അപ്പൊ അമീൻ സാർ പറഞ്ഞ പോലെ അതില് പിക്ചേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അത് ഇതില്
ഡിസ്പ്ലേ ചെയ്യായിരുന്നെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ആക്റ്റീവ് ആക്കാമായിരുന്നു നമ്മുടെ ഈ ഒരു പ്രസന്റേഷൻ. എന്തായാലും ഇല്ല, ഈ പുസ്തകത്തില് മൊത്തത്തിൽ പിക്ചേഴ്സ് ഒന്നും നന്നായിട്ടുണ്ടായിരുന്നു. പിക്ചേഴ്സ് ഒന്നും ഇല്ലാത്ത പുസ്തകമാണ്. അതെ, അപ്പൊ സാറ് വായിച്ച പുസ്തകത്തിൽ പിക്ചേഴ്സ് എന്തായാലും നന്നായി പ്രസന്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി വേറെ ആരെങ്കിലും ഫീഡ്ബാക്ക് പറയാനുണ്ടോ? ഹലോ സബീന, ഗുഡ് ഈവനിങ്. സബീന, പിന്നെ നീ നന്നായി പ്രസന്റ് ചെയ്തിട്ടുണ്ട്. സബീന, ഇങ്ങനെ ഒരു റിവ്യൂയുടെ കാര്യം നമുക്കൊരു EPC വർക്ക് ഉണ്ടായിരുന്നല്ലോ. അപ്പൊ അതില് അതെ, റിവ്യൂയുടെ കാര്യം പറഞ്ഞപ്പോ തന്നെ സബീന സെലക്ട് ചെയ്ത ബുക്ക് ഇതായിരുന്നു. സബീന എന്നിട്ട് ഒരുപാട് 4-5 പേജൊക്കെ എഴുതി എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഇത്രയും അതെ, മതിയോ അതെ, എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് സബീന ഇത് അത്രത്തോളം വായിച്ചിട്ടുണ്ട്. അതിൽ നിന്നും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ മാത്രമേ സെബീനോട് പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ അത് നന്നായി അതെ, സെബീന പറഞ്ഞിട്ടുണ്ട്. പക്ഷെ സെബീന ബുക്ക് വായിക്കാൻ എടുത്ത എഫേർട്ട്, അത് അതേപോലെ അതിന്റെ ഒരു സമ്മറി എഴുതാൻ എടുത്ത കണ്ടതാണ്. അതുകൊണ്ട് സബീനയ്ക്ക് പ്രത്യേകം കൺഗ്രാറ്റ്സ്. നന്നായി പ്രസന്റ് ചെയ്തു സബീന. ഓക്കെ, താങ്ക് യു. താങ്ക് യു മിസ്. സബീന, എന്തായാലും ഈ ബുക്ക് എടുത്തതിന്റെ ആദ്യം തന്നെ അഭിനന്ദനം അറിയിക്കുകയാണ്. കാരണം എന്താ വെച്ചാൽ ഹിസ്റ്ററി, ഒരു ചരിത്രപരമായ ബുക്ക് വായിക്കാൻ പൊതുവെ ആർക്കും ഇഷ്ടപ്പെടാത്ത ഒരു കാര്യമാണ്. നമ്മൾ നോവല് അങ്ങനെയൊക്കെയാണ് നമ്മളെ കൂടുതൽ വായിക്കാൻ ഇഷ്ടപ്പെടുക. എന്തായാലും നല്ലൊരു ബുക്കാണ് പ്രസന്റ് ചെയ്ത്. നമ്മളുടെ ഈ ഒരു ലിറ്റററി ലെൻസ് തുടങ്ങിയിട്ട് ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ചരിത്രപരമായിട്ടുള്ള ഒരു ബുക്ക് എടുക്കുന്നത്. അങ്ങനെ ഒരു പ്രത്യേകത കൂടി ഉണ്ട്. എന്തായാലും കൺഗ്രാറ്റ്സ്. താങ്ക് യു മിസ്. സെബീന, അപ്പോ നമുക്ക് ടീച്ചേഴ്സിന്റെ ഒക്കെ ഫീഡ്ബാക്ക് നമ്മൾ കേട്ടു. എല്ലാവരും നല്ല അഭിപ്രായമാണ് പറയുന്നത്. എന്തായാലും താങ്ക് യു സെബീന ഫോർ യുവർ ഗ്രേറ്റ് പ്രസന്റേഷൻ. സോ ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? ഓക്കെ, എന്നാൽ നമുക്ക് ഈ ഒരു ലിറ്റററി ലെൻസിന്റെ ഈ ഒരു എപ്പിസോഡ് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം അല്ലേ? ഓക്കെ, വൈൻഡപ്പ് എന്തായാലും 8 മണിയായില്ലേ? ഓക്കെ, നമുക്കിത് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു സെബീന വൺസ് അഗെയിൻ.